അതും ഇന്ത്യൻ ബെസ്റ്റ് ഫ്രണ്ട്സ് റിവ്യൂയുടെ ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ കുറേ ആയി ഇന്ത്യൻ ബെസ്റ്റ് ഫ്രണ്ട്സ് റിവ്യൂയുടെ വീഡിയോ തന്നെ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് ഗൈസ്. നമുക്കെന്തായാലും വണ്ടിയുടെ കളറൊന്ന് മാറ്റിയേക്കാം, ബ്ലാക്ക് ആൻഡ് ഇട്ടേക്കാം. വീലൊന്നും ഞാൻ മാറുന്നില്ല, ഇത് തന്നെ മതി. നമുക്ക് കളർ മാത്രം മാറ്റിയിട്ട് പോവാം ഗൈസ്. പ്ലീസ് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, എടുത്തു വച്ചിട്ടുണ്ട്. ഞാനത് ഇന്ന് എപ്പോഴെങ്കിലും ഇടും ഗൈസ്. പിന്നെ ഈ വീഡിയോയുടെ ലൈക്ക് റോഡ് ടു 90K ലൈക്കാണ് ഗൈസ്. എല്ലാവരും 90K അടിക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബും ചെയ്യണം, എന്നാലേ നമുക്കൊരു സപ്പോർട്ടിങ് ആവത്തുള്ളൂ ഗൈസ്. അല്ലേ സത്യ ഗൈസ്? പിന്നെ എന്തുവാ ആരിഷിൻ്റെ ചാനലിൽ വ്യൂസും ഫുള്ള് ആക്കേണ്ടതാണ്. നിങ്ങൾ ഫുള്ള് വീഡിയോ കാണാൻ മാക്സിമം ശ്രമിക്കുക. മാക്സിമം 1000-ൻ്റെ അടുത്തെങ്കിലും എത്തിക്കാൻ ശ്രമിക്കുക ഗൈസ്. എൻ്റെയൊക്കെ 1000 കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ആരിഷിൻ്റെ അതേപോലെ തന്നെ 1000 കഴിഞ്ഞ് പോകേണ്ടതാണ്. അപ്പോൾ പിന്നെ മാക്സിമം 100 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാൻ നോക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും അങ്ങ് സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കുക. ഫ്രീ ആണ്, എല്ലാവരും ചെയ്തേക്കും. ഫ്രീ, വെറും ഫ്രീ, ഒരു പൈസ വേറെ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് സബ്സ്ക്രൈബും ചെയ്യുക, ഓള് മാത്രം ഇട്ടാൽ നിങ്ങൾ കാണണമെന്നൊന്നുമില്ല. എനിക്ക് എന്തായാലും വ്യൂസ് മാത്രം മതി, കുറച്ചൊന്നും കണ്ടാൽ മതി. പിന്നെ എന്തായാലും നിങ്ങൾ ഫുൾ എന്തായാലും പറ്റുന്നവർ ഫുള്ള് കാണുക, പറ്റാത്തവർ പിന്നീടായാലും കണ്ടാലും മതി. നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ കണ്ടാൽ മതി ഫുള്ള്. എന്തായാലും എനിക്ക് ഫുള്ള് എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് കാണണമെന്ന് എനിക്ക് ഉണ്ട് ഗൈസ്. എല്ലാവരും അത് ശ്രമിക്കുക. മാക്സിമം എന്നല്ല, എല്ലാവരും ഒന്ന് ശ്രമിക്കുക ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റോറി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. ഇന്ന് വേറെ പണിയൊന്നുമില്ല. ഏതോ ഒരാൾ വിളിക്കുന്നല്ലോ. ആരാ? ഓ, ഫ്രണ്ടായിരുന്നു. അവനെന്താ ഇപ്പോൾ വിളിക്കുന്നത്? നോക്കട്ടെ. ഇവനെന്തിനാ ഇപ്പോൾ വിളിക്കുന്നത്? എന്താടാ? അവിടെ പിന്നെ നമുക്ക് ഇന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്തുവാടാ? അതോ, അത് നീ ജസ്റ്റ് ഷോറൂം വരെ ഒന്ന് വരാമോ? അവിടെ വരാമല്ലോ. എന്തുവാ? എടാ, അവിടെ ഇല്ലേ ഒരു പാർട്ടി പോലത്തെ എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചിരുന്നു. എന്നോട് പറഞ്ഞ് അവിടം വരെ ചെല്ലാൻ, പിന്നെ വിട്ടാൽ മതി. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു വർക്ക്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നിന്നെ വിളിച്ചതാണ്. നീ ഒന്ന് പോയി നോക്കി. എന്തുകൊണ്ടെന്ന് എനിക്ക് അറിയില്ല സംഭവം കറക്റ്റായിട്ട്. ആണോ? എന്നാൽ ശരിടാ, നീ വെക്കി. ശരി ചേട്ടാ. ഗൈസ്, വിളിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഗൈസ്. അവൻ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞത് ഇന്ന് അവൻ ഒരു പാർട്ടിക്ക് അവനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനെ വിട്ടാൽ മതി എന്ന് ആൾക്കാർ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് വിട്ടേക്കാം ഗൈസ്. ഗൈസ്, നമുക്കെന്തായാലും നല്ല സ്പീഡിന് വണ്ടി ഓടിച്ച് വിടാം. ഡിഫൻഡറല്ലേ, നല്ല പവറൊക്കെ ഉണ്ടല്ലോ ഗൈസ്. ഡീസൽ എത്രയാണെന്ന് നോക്കട്ടെ. ഫുൾ ടാങ്ക് ഡീസലുണ്ട് ഗൈസ്. അത് കുറച്ച് ദൂരമാണ് ഗൈസ് ആ സ്ഥലം. എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് മാറിയിട്ട് എവിടെയും കണ്ട ഒരു സ്ഥലത്താണെന്ന് തോന്നുന്നു. ഗൈസ് എനിക്ക് തോന്നുന്നു ഈ ലൊക്കേഷൻ അവൻ അയച്ചു തന്നിരിക്കുന്ന നമ്മുടെ ഈ സിറ്റിയുടെ അടുത്തൊരു സിറ്റിയുണ്ട് ഗൈസ്. അങ്ങോട്ടാണ് അവൻ ലൊക്കേഷൻ അയച്ചു തന്നിരിക്കുന്നത്. നമുക്കെന്തായാലും അങ്ങോട്ട് നല്ല സ്പീഡിൽ അങ്ങ് വിട്ടേക്കാം. എന്തായാലും ഞാൻ ഈ ഗ്രാസിൽ കൂടെ ഓടിക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ അതേ വഴിയുള്ളൂ, എങ്ങനെയെങ്കിലുമൊക്കെ ഓടിക്കുക ഗൈസ്. നിങ്ങൾ അവിടെ ഒരു ടണൽ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആവാൻ ചാൻസ് കുറവാണ്.
ഗൈസ് എന്നാലും നിങ്ങളൊന്ന് നോക്കിയേക്കും. അവിടെ ഒരു ടണൽ കണ്ടോ നിങ്ങൾ? ആ അതെ 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 കണ്ടോ ഗൈസ്, അതാണ് ടണൽ. ആ ടണലിൻ്റെ മുകളിലാണ് സിറ്റി വരുന്നത് കണ്ടോ. ഈ സിറ്റിയിലാണ്. അപ്പോൾ അവൻ എന്നെ വിളിച്ചത് ഈ സിറ്റിയിലോട്ടായിരുന്നു. ആ ഷോറൂം ഈ സിറ്റിയിൽ എവിടെ കണ്ടാണെന്നാ പറയുന്ന കേട്ടത്. എന്തോ ഷോറൂമിൻ്റെ ഉദ്ഘാടനമോ അങ്ങനെ ഏതാണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. അവൻ എന്നോട് എന്തുവാണ് സംഭവം എന്ന് പോയി നോക്കാനേ പറഞ്ഞുള്ളൂ. ഞാനൊന്ന് ഗസ് ചെയ്തതാണ് ഗൈസ്. ചിലപ്പോൾ അതായിരിക്കും, അറിയത്തില്ല. നമുക്കെന്തായാലും അങ്ങോട്ട് ചെന്നാലല്ലേ അറിയാൻ പറ്റുന്നു എന്താണ് ഗൈസ്. ഇവിടെ ഭയങ്കര കയറ്റവും ഇറക്കവും ഒക്കെ റോഡിൽ. ഏത് ബിൽഡിംഗ് ആയിരുന്നു ഗൈസ്? അവൻ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് ഗൈസ്. ഓ ഈ സ്ഥലമായിരുന്നു ഗൈസ്. എൻ്റെ ഏതൊരു എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ഏതോ ഒരു ഫ്രണ്ട് എനിക്ക് ഈ ലൊക്കേഷൻ പണ്ടെങ്ങാണ്ട് അയച്ചു തന്നിട്ടുണ്ട്. അത് പണ്ടെന്ന് വെച്ചാൽ അതേതൊരു ഹൈസ്റ്റായിരുന്നു ഗൈസ്. ആ ഹൈസ്റ്റ് ഇവിടെ എവിടെയോ വെച്ചായിട്ടായിരുന്നു. പക്ഷേ ഇത് ആ ബിൽഡിംഗ് ഒന്നും അല്ല. ഇതൊന്നും ഷോറൂമല്ല. ആ ഇതാണ് ഷോറൂം എന്ന് തോന്നുന്നു ഗൈസ്. അയ്യോ ഗൈസ്, ഇപ്പം നമ്മൾ ആ ചേച്ചി ഇടിച്ചിട്ടേനെ. ശരി ചേച്ചി. യെസ്, അപ്പോൾ ഇവിടെയാണ്. ആ വേണ്ട വന്ന് നിൽക്കുന്നില്ല. സെക്യൂരിറ്റി ചേട്ടാ എവിടെ പാർക്ക് ചെയ്യണം? സെക്യൂരിറ്റി ഒന്നും മിണ്ടാത്ത. സെക്യൂരിറ്റി ഹലോ. ആ എന്താണ്? എവിടെയാണ് വർക്ക് ചെയ്യണ്ടേ? ആ അത് ഇവിടെ തന്നെ ആണെങ്കിൽ പാർക്ക് ചെയ്തു. പിന്നെന്തുവാ, നിങ്ങൾക്ക് ഒരാളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തുവാ ഒരു ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ എന്തുവാ ഫ്രാങ്ക്ലിൻ അല്ലേ? ആ ആ അയാൾക്കൊരു ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. അതിനാണ് ഇപ്പോൾ എന്തുവാ മല്ലു എന്ന് പറയുന്ന ആള് വിളിച്ചത്. മോഹനോ മല്ലു എന്നും കണ്ടല്ലേ എം ചെയ്ത പേരല്ലേ? മോഹനാണോ മല്ലു ആണോ? മോഹൻ. ആ മോഹനാണല്ലേ. മോഹൻ വിളിച്ചിരുന്നത്. പിന്നെ മോഹൻ്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട് കേട്ടോ. അവളെയൊക്കെ കൂടെ ചില്ല് ചെയ്തു. വിളിക്കുമ്പോൾ ഒന്ന് പോയാൽ മതി. ആ അവിക്കും ഡോറ് തുറന്നോ? പുറത്തായിപ്പോ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ആണോ? ഓ ഇതാണല്ലേ ഡോറ്. ഇവിടെയാണോ നിൽക്കണ്ടേ? ആ ഇവിടെ എവിടെ വേണമെങ്കിലും നിന്നോ. ഫ്രണ്ട്സിനോട് സംസാരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തു. ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ വണ്ടിയിൽ ഇരുന്നു. എ സിയുടെ കയറ്റേക്ക് കൊണ്ടേ. വേണ്ട കുഴപ്പമില്ല. എന്ത് വേണമെങ്കിലും ചെയ്തു ഇവിടെ. പക്ഷെ ഹൈറ്റ് ഒന്നും നടത്താണ്ടിരുന്നാൽ മതി. ഈ ഡിഫൻഡർ ഇവിടുന്ന് ആരും എടുത്തോണ്ട് പോകാതെ നോക്കണേ. ആ ഞാൻ എത്തിക്കുന്നു. ഇത് എത്രയോ ലക്ഷം കൊടുത്ത് ഞാൻ മേടിച്ച വണ്ടിയാണ്. ഞാനിവിടുത്തെ റിച്ചായ ആളാണേ. ഈ വണ്ടി ബുള്ളറ്റ് പ്രൂഫ് ബോംബ് പ്രൂഫ് ഒക്കെ ആണോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ആണ്. നന്നായി. എന്താന്ന് ബുള്ളറ്റ് പ്രൂഫ് ആയി വണ്ടി. എന്താന്ന് വെച്ചാല് ചില ഭൂകമ്പങ്ങളൊക്കെ ഇവിടെ നടക്കും. ഭൂകമ്പങ്ങളാ? എന്നുവെച്ചാൽ റോക്കറ്റൊക്കെ വന്ന് മാളിയിൽ നിന്ന് താഴേക്ക് വരും. എന്നിട്ട് വണ്ടിയൊക്കെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അത് ഈ ഷോറൂമില്ലേ, ഈ ഷോറൂമിൻ്റെ 2000-ാമത്തെ ഉദ്ഘാടനമാണ്. അങ്ങനെയായിരുന്നു. ഇവിടെ മൊത്തം റോക്കറ്റ് വീഴുമായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് നല്ല ക്ലൈമറ്റ് ആയത്. ഇതിന് എത്ര നില ഉണ്ടാവും? ഒരു 4 നിലയുണ്ട്. 5 നിലയോ? ഓ ഈ ഏറ്റവും താഴത്തെ കൂട്ടി 5 നില അല്ലേ? അത് ഗ്രൗണ്ട്. വണ്ടി എന്തുവാ പാർക്കിംഗ് സ്ഥലം. മുകളിലും പാർക്കിംഗ് ഷോറൂം ആയത് കാരണം. പക്ഷെ അതാണ് പാർക്കിംഗ്. മുകളിലൊക്കെ എന്തുവാ മേടിക്കുന്ന ആ സ്ഥലം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ബിൽഡിംഗ് തന്നെയാണോ? അല്ല 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 അല്ല, ഇത് നിങ്ങളുടെ ബിൽഡിങ്ങാ? ബാങ്ക്സ് ഇതൊക്കെ. ഇത് ATM-ഉം ബാങ്കും അതൊക്കെ. അത് മറ്റേ
സ്വാതിക്ക് എന്നോട് പറയുന്ന കേട്ട് നിങ്ങളുടെ ഈ ബിൽഡിംഗ് തന്നെ ദേ അവിടെ ഉണ്ടെന്ന് പറയുന്ന കേട്ടു. ആ അവിടെ ഒരെണ്ണമുണ്ട്. അതെന്തോ അവിടെ? അത് കുറച്ച് കുഞ്ഞ്. നിങ്ങളുടെ സിറ്റിയില്ലേ അവിടെ ഉള്ളത് അവിടെയാണ്. ആ സാത്തിക്ക് പറഞ്ഞാൽ അതാ. സാത്തിക്ക് അവിടെയാണോ ജോലി ചെയ്യുന്നത്? ആണോ? എന്നാ ശരി സെക്യൂരിറ്റി. ആ ശരി. മോഹൻ നിങ്ങളെ വിളിച്ചായിരുന്നോ? ആ വിളിച്ചായിരുന്നു പറഞ്ഞെന്ന് പറഞ്ഞു. ഓക്കെ എന്നാ ശരി സെക്യൂരിറ്റി. ആ ശരി. എങ്ങോട്ടാ പോകുന്നേ? ഉദ്ഘാടനം വേണ്ടേ? ആ ശരിയാണല്ലോ, സോറി. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ കഴിച്ചിട്ട് പോകും. എനിക്ക് പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പറ്റുമോ? എന്നിട്ട് ഒന്ന് വിളിക്കുമ്പോൾ ഒന്ന് സ്പീഡ് വരാവാ. നോക്കട്ടെ സെക്യൂരിറ്റി. ആ ടിങ് 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 ടിങ്. ഇതെന്തിനാ ഈ വിളിക്കുന്നത്? ഞാൻ എന്തായാലും ഇവിടെ പോയക്കട്ടെ. ടിങ് 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 ടിങ്. ടിങ് 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 ടിങ്. ടിങ് 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 ടിങ്. ടിങ് ടിങ് ടിങ്. ഇതെന്തിനാണോ ഗൈസ് ഇയാൾ വിളിക്കുന്നത്? എന്തായാലും കുറച്ച് ദൂരം പോയിട്ട് എടുക്കാം. ടിങ് 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 ടിങ്. ടിങ് 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 ടിങ്. കുറച്ചും കൂടെ അങ്ങ് പോട്ടെ. അയ്യോ വണ്ടി ഇടിച്ച് വൃത്തികെട്ട ഇയാളുടെ കോള് കാരണം എൻ്റെ വണ്ടി നാശമായി.